ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ല റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫീലാണ്. അപ്പോൾ മദീനയിൽ അവതരിച്ച സൂറയാണ്. വിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ സൂറയാണ് സൂറത്തുൽ ഫീൽ. അപ്പോൾ അതിൽ 5 വചനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഫീൽ എന്ന് പറഞ്ഞാൽ ആന. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. നമുക്കതിൻ്റെ മീനിങ് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് അലം തെറ. അലം തെറ എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലേ. അലം തെറ നീ കണ്ടില്ലേ. ഇതിൽ 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റുള്ള ഒരു ഹംസ അല്ലേ, അത് ചോദ്യം ചോദിക്കാനുള്ള ഹംസയാണ്. ഓക്കെ. ആണോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഹംസയാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ലം. ലം എന്നുള്ളത് നിഷേധിക്കാനുള്ളതാണ്, ഇല്ല എന്ന് പറയാനുള്ളതാണ്. പിന്നെ ഉള്ളത് തെറ. തെറ എന്ന് പറഞ്ഞാൽ നീ കാണുന്നു എന്നാണ് തെറ. അപ്പോൾ 3 കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് അലം തെറ നീ കണ്ടില്ലേ. കൈഫ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ. കൈഫ എങ്ങനെ. ഫഅല അവൻ പ്രവർത്തിച്ചു. അപ്പോൾ കൈഫ ഫഅല എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്തുവെന്ന്, അല്ലെങ്കിൽ അവൻ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന്. അപ്പോൾ അലം തറ കൈഫ ഫഅല. റബ്ബുക. റബ്ബുക എന്ന് പറഞ്ഞാൽ നിൻ്റെ റബ്ബ്. റബ്ബു പ്ലസ് ക. റബ്ബുക എന്ന് പറഞ്ഞാൽ നിൻ്റെ റബ്ബ്. ഇവിടെ കായാണ് നിൻ്റെ എന്നുള്ള മീനിങ് വരുന്നത്. റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കാരെ കൊണ്ട്. അപ്പോൾ ബി ഇവിടെ കൊണ്ട് നോട് എന്നുള്ള മീനിങ് വരുന്നതാണ് ബി. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, അല്ലെങ്കിൽ എന്താണ് കൂട്ടുകാർ എന്നൊക്കെ പറയാം. അസ്ഹാബ് അല്ലെങ്കിൽ ആൾക്കാർ. അസ്ഹാബിൽ ഫീൽ. അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞാൽ ഫീൽ ആന. അപ്പോൾ അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കാർ. അപ്പോൾ ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനക്കാരെ കൊണ്ട് അല്ലേ. ബി അസ്ഹാബിൽ ഫീൽ ആനക്കാരെ കൊണ്ട്. അപ്പോൾ ഇവിടെ ബി ആയതുകൊണ്ടാണ് അസ്ഹാബി വന്നത്. അസ്ഹാബി അൽ ഫീലി. മൊത്തമായ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരെ കൊണ്ട് നിൻ്റെ രക്ഷിതാവ് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ. അതാണ് ഒന്നാമത്തെ ആയ. രണ്ടാമത്തെ ആയ അലം യജ്അൽ. അലം യജ്അൽ അവൻ ആക്കിയില്ലേ. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് ഹംസയാണ്. ആണോ ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള ഹംസ. ലം എന്ന് പറഞ്ഞാൽ ഇല്ല, നിഷേധിക്കാനുള്ളത്. യജ്അൽ എന്ന് പറഞ്ഞാൽ ജഅല അവൻ ആക്കി. യജ്അൽ അവൻ ആക്കും. ജഅല അവനാക്കി. യജ്അൽ അവൻ ആക്കും. അതിൻ്റെ കൂടെ ലം വരുന്ന സമയത്ത് അവൻ ആക്കിയില്ല. ഓക്കെ. പിന്നെ അതിൻ്റെ തൊട്ട് പിറകിൽ ഹംസ ചോദ്യം ചോദിക്കാനുള്ള ഹംസയും കൂടി വരുന്ന സമയത്ത് അവൻ ആക്കിയില്ലേ. അലം യജ്അൽ അവൻ ആക്കിയില്ലേ. കൈദഹും. കൈദ എന്ന് പറഞ്ഞാൽ തന്ത്രം. കൈദ തന്ത്രം. ഹും അവരുടെ. അപ്പോൾ കൈദഹും എന്ന് പറഞ്ഞാൽ അവരുടെ തന്ത്രം. ഫീ തദ്ലീൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ. ഫീ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്. തദ്ലീൽ എന്ന് പറഞ്ഞാൽ പിഴവിൽ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ഫീ തദ്ലീൽ എന്ന് പറഞ്ഞാൽ പിഴവിൽ, അല്ലെങ്കിൽ നഷ്ടത്തിൽ, അല്ലെങ്കിൽ വഴികേടിൽ. അപ്പോൾ അയാളുടെ മൊത്തം മീനിങ് അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ തന്ത്രം അവൻ പിഴവിലാക്കിയില്ലേ. അപ്പോൾ ആനക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആനക്കാരുടെ തന്ത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പിഴവിലാക്കിയില്ലേ എന്നാണ് ചോദിക്കുന്നത്.
അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. ഓക്കെ, അവർ എന്ന് പറഞ്ഞാൽ അവിടെ ആനക്കാരാണ്. ആനക്കാരുടെ തന്ത്രം ആരാണ് പിഴവിലാക്കിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പിഴവിലാക്കിയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അടുത്തത് വ അർസല അവൻ അയക്കുകയും ചെയ്തു. വാവ് ആൻഡ് ആണ്. അർസല അവൻ അയച്ചു. അപ്പോൾ വ അർസല അവൻ അയക്കുകയും ചെയ്തു. അലൈഹിം എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ. അലൈഹിം അല പ്ലസ് ഹുമാണ്. അലൈഹിം അവരുടെ മേൽ. അപ്പോൾ വ അർസല അലൈഹിം എന്ന് പറഞ്ഞാൽ അവരുടെ മേൽ അവൻ അയക്കുകയും ചെയ്തു. അതിന് ത്വയ്റൻ പക്ഷികളെ. ത്വയ്റ് പക്ഷി, ത്വായിറ് പക്ഷി, ത്വയ്റ് പക്ഷികൾ. ത്വയ്റൻ എന്ന് പറഞ്ഞാൽ പക്ഷികളെ. അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടമായി. അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടമായി. അപ്പോൾ മൊത്തം ആയുടെ മീനിങ് വ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. കൂട്ടമായി കൊണ്ട് പക്ഷികളെ അവരുടെ നേർക്ക് അവൻ അയക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആനക്കാരുടെ മേലേക്ക് അല്ലെങ്കിൽ ആനക്കാരിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല അസ്ഹാബുൽ ഫീൽ. അപ്പോൾ അസ്ഹാബുൽ ഫീലിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? കൂട്ടമായിക്കൊണ്ടുള്ള പക്ഷികളെ അവൻ അവരിലേക്ക് അല്ലെങ്കിൽ അവരുടെ നേർക്ക് അയക്കുകയും ചെയ്തു. അടുത്തത് തർമീഹിം എന്ന് പറഞ്ഞാൽ അവരെ എറിഞ്ഞിരുന്നു അല്ലെങ്കിൽ എറിഞ്ഞും കൊണ്ട്. നമ്മൾ നേരത്തെ പക്ഷികളെ അയച്ചു എന്ന് പറഞ്ഞില്ലേ, ആ പക്ഷികൾ തർമീഹിം. റമ എന്ന് പറഞ്ഞാലാണ് എറിഞ്ഞു. റമ എറിഞ്ഞു. രണ്ടും കൂടിയും അവരെ എറിഞ്ഞു. ഇപ്പോൾ പക്ഷികളാണ്. എന്ന് പറഞ്ഞാൽ പക്ഷികൾ, അവരെ എന്ന് പറഞ്ഞാൽ ആനക്കാർ, ആനയുടെ ആൾക്കാരില്ലേ, അപ്പോൾ ആനക്കാർ. അപ്പോൾ തർമീഹിം എന്ന് പറഞ്ഞാൽ അവരെ എറിഞ്ഞിരുന്നു അല്ലെങ്കിൽ എറിഞ്ഞുകൊണ്ടാണ് പക്ഷികളെ അയച്ചത്. അപ്പോൾ എറിയാൻ വേണ്ടിയാണ് പക്ഷികളെ അയച്ചത് അല്ലേ. കൂട്ടമായി വന്ന പക്ഷികൾ ആരെയാണ് എറിഞ്ഞത്? ആനക്കാരെ എറിഞ്ഞു. എന്തുകൊണ്ടാണ് എറിഞ്ഞത്? ബി ഹിജാറത്തിൻ, ഒരു തരം കല്ലുകൊണ്ട്. ഹജർ കല്ലാണ്, ഹജർ കല്ല്. ബി ഹിജാറത്തിൻ ഒരു തരം കല്ലുകൊണ്ട്. മീൻ സിജ്ജീൽ, മീൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. ചൂളയിട്ട കളിമണ്ണ്, ഒരു ഇഷ്ടിക പോലത്തെ കല്ല്. മീൻ സിജ്ജീൽ. അപ്പോൾ മൊത്തായാൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. ചുട്ടു പഴുപ്പിച്ച കളിമൺകല്ലുകൾ കൊണ്ട് അവരെ എറിയുന്നതായ പക്ഷികളെ. തൊട്ട് മുന്നിൽ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷികളെ അയച്ചു. കൂട്ടമായി പക്ഷികളെ അയച്ചു. അപ്പോൾ പക്ഷികളെ അയച്ചത് എന്തിനു വേണ്ടിയാണ്? ആനക്കാരെ എറിയാൻ വേണ്ടിയാണ്. ചുട്ടു പഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് എന്ത് ചെയ്തു? അവരെ എറിയുന്നതായ പക്ഷികളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അർസല അലൈഹി എന്ന് പറഞ്ഞില്ലേ, അവർ നേരേക്ക് അയച്ചു എന്നുള്ളത്, അതാണ് ഇവിടെ. ഇനി അടുത്താൽ ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി. അങ്ങനെ ഫജഅല അവൻ ആക്കി. ഹും അവരെ. അപ്പോൾ മൊത്തം പറയുമ്പോൾ ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി. ഇവിടെ ജഅല എന്ന് പറഞ്ഞാൽ ആക്കിയതാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ ആക്കി എന്ന് പറഞ്ഞാൽ ജഅലയുടെ മീനിങ് അവൻ ആക്കി എന്നാണ്. അപ്പോൾ അവൻ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഹും എന്ന് പറഞ്ഞാൽ ഇവിടെ ആനക്കാരാണ്. അപ്പോൾ ഫജഅലഹും അങ്ങനെ അവൻ അവരെ ആക്കി. എങ്ങനെ ആക്കിയത്? കഅസ്ഫിൻ വൈക്കോൽ തുരുമ്പ് പോലെ. ക ആണ് പോലെ. ഓക്കെ, ക പോലെ. അസ്ഫ് വൈക്കോൽ തുരുമ്പ്. ഒന്നിച്ച് പറയുമ്പോൾ കഅസ്ഫിൻ എന്ന് പറഞ്ഞാൽ വൈക്കോൽ തുരുമ്പ് പോലെ. എങ്ങനെയുള്ള വൈക്കോൽ തുരുമ്പാണ്? മക്കൂൽ എന്ന് പറഞ്ഞാൽ തിന്നപ്പെട്ട. അകല എന്ന് പറഞ്ഞാൽ തിന്നു. മക്കൂൽ എന്ന് പറഞ്ഞാൽ തിന്നപ്പെട്ട. ഫജഅലഹും കഅസ്ഫിൻ മക്കൂൽ. അപ്പോൾ അങ്ങനെ അവൻ അവരെ തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെയാക്കി. അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവൻ. അവരെ എന്ന് പറഞ്ഞാൽ ആനക്കാരെ. അസ്ഹാബുൽ ഫീലിന് അവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല. അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്ഹാബുൽ ഫീലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ആക്കി? തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കി. അപ്പോൾ ഇതാണ് അയാളുടെ മീനിങ്. അവിടെ മീനിങ് മൊത്തം ഒന്ന് നോക്കുന്ന സമയത്ത് ഓക്കെ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ.
ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ആനക്കാരെ കൊണ്ട് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എങ്ങനെയെന്ന് നീ കണ്ടില്ലേ എന്ന്. അപ്പോൾ ഇത് ഒരു ഉത്തരം കിട്ടാനുള്ള, നീ കണ്ടില്ലേ എന്ന് വെച്ചാൽ ഉത്തരം കിട്ടാനുള്ള ഒരു ചോദ്യമൊന്നുമല്ല അത്. ഓക്കെ, അവർ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ളൊരു ചോദ്യമാണിത്. ഓക്കെ, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഴാക്കി, പിഴവിലാക്കി. വ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, കൂട്ടം കൂട്ടമായി കൊണ്ടുള്ള പക്ഷികളെ അവരുടെ നേർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുകയും ചെയ്തു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ആ പക്ഷികൾ എന്ത് ചെയ്തു? ചുട്ടുപഴുപ്പിച്ച കളിമൺ കല്ലുകൾ കൊണ്ട് ഈ അസ്ഹാബുൽ ഫീലിനെ, ആനക്കാരെ എറിയുന്നതായ നിലയിലാണ് പക്ഷികളെ അയച്ചത്. അങ്ങനെ എറിഞ്ഞ് അല്ലേ, ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അങ്ങനെ അവർ എന്തായിപ്പോയി? തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആയിപ്പോയി. അസ്ഹാബുൽ ഫീല് തിന്നൊടുക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആയി. അങ്ങനെ ആക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ വിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായം സൂറത്തുൽ ഫീലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കണ്ടത് മദീനയിൽ അവതരിച്ച സൂറയാണ്. അതിന് 5 വചനങ്ങളാണുള്ളത്. ഈ ഒരു സൂറ ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത്, വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കുവാൻ തയ്യാറെടുത്തു വന്ന ഒരു ആനപ്പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിച്ചു പരാജയപ്പെടുത്തുകയും ഖുറൈശികളെയും മക്ക നിവാസികളെയും രക്ഷപ്പെടുത്തുകയും ചെയ്ത ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവമാണ് ഈ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൂറത്ത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്ത അനുഗ്രഹം, അതിലടങ്ങിയ ദൈവിക ദൃഷ്ടാന്തം എന്നിവയെക്കുറിച്ച് അവരെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സൂറത്ത് അവതരിക്കുമ്പോൾ ആ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്ന പലരും അറബികളിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. അബീസീനിയയിലെ ചക്രവർത്തിയായിരുന്ന നജാഷിയുടെ കീഴിൽ യമൻ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അബ്രഹത്ത്. നജാഷി ചക്രവർത്തിയുടെ പ്രീതി സമ്പാദിക്കുവാൻ വേണ്ടി യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം ആര് പണിതു? അബ്രഹത്ത് പണിതു. ഓക്കെ, നജാഷി രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യമനിൽ ഒരു വമ്പിച്ച ക്രിസ്തീയ ദേവാലയം ആര് പണിഞ്ഞു? അബ്രഹത്ത് പണിതു. അപ്പോൾ ജനങ്ങളെ അങ്ങോട്ട് ആകർഷിക്കുവാൻ അവർ എന്ത് ചെയ്തു? ഒരു ഉപായം കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞാൽ മക്കയിലേക്ക് ജനങ്ങൾ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പതിവ് നിർത്തുകയും പകരം അബ്രഹത്ത് നിർമ്മിച്ച ദേവാലയത്തിലേക്ക് ആളുകളെ തിരിച്ചു വിടണമെന്നുമായിരുന്നു അവരുടെ ഒരു പരിപാടി. അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഖുറൈശികളുടെ കാബ പൊളിച്ചു നീക്കുമെന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്രഹത്ത് ഒരു വമ്പിച്ച സേനയുമായി മക്കയിലേക്ക് നീങ്ങി. അപ്പോൾ വഴിമധ്യേ ഒന്നിലധികം സ്ഥലത്ത് വെച്ച് ചില അറബി ഗോത്രങ്ങൾ അവരുമായി സംഘട്ടനത്തിലേർപ്പെട്ടുവെങ്കിലും അതിലെല്ലാം അബ്രഹത്തും സൈന്യവും വിജയിച്ചു മുന്നേറി മക്കയുടെ അടുത്തെത്തുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അവരുടെ സൈന്യത്തിൽ ആനകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സേനയ്ക്ക് ആനപ്പട്ടാളം എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ആ ഒരു പേരിൽ നിന്നാണ് എന്താണ് നമ്മളെ സൂറക്കും അല്ലേ, സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനയാണ്. ഈ സൂറയ്ക്ക് പേര് വരാൻ കാരണം അവർ അബ്രഹത്തിൻ്റെ സൈന്യത്തിൽ ആനകളുണ്ടായിരുന്നു, ആനകളെയും കൊണ്ടായിരുന്നു അല്ലേ. ഒന്നോ അതിൽ കൂടുതലോ ആനകൾ എന്നാണ് പറയുന്നത്. എത്ര എണ്ണാന്നുള്ളതൊന്നും തഫ്സീർ ഗ്രന്ഥങ്ങളിലില്ല. ഓക്കെ, അപ്പോൾ അവർ ഈ ഒരു പട്ടാളം ഈ ഒരു ആളുകൾ എവിടെ എത്തി? മക്കയുടെ അടുത്തൊരു സ്ഥലത്ത് വന്നു. തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം അറിയിക്കുവാനായി അബ്രഹത്ത് എന്ത് ചെയ്തു? ഖുറൈശികളുടെ അടുത്തേക്ക് ആളയച്ചു. അവർ പറയുന്നത്, ഞങ്ങൾ യുദ്ധം നടത്തി കീഴടക്കുവാൻ ഉദ്ദേശിച്ച് വന്നതല്ലെന്നും കാബ പൊളിച്ചു നീക്കാൻ മാത്രമാണ് വരവിൻ്റെ ഉദ്ദേശമെന്ന് അവരറിയിച്ചു. അപ്പോൾ അറബികൾ അല്ലെങ്കിൽ ഖുറൈശികൾ അവരുടെ ജീവനെ പോലെ ബഹുമാനിച്ച് ആദരിച്ചിരുന്ന കാബ പൊളിച്ചു നീക്കുന്നതിൽ അങ്ങേയറ്റത്തെ വെറുപ്പും വ്യസനവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്കെന്തില്ല? ഈ ഒരു സൈന്യത്തെ, അബ്രഹത്തിൻ്റെ സൈന്യത്തെ നേരിടുവാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആനപ്പട്ടാളത്തെ നേരിട്ടുകൊണ്ടുള്ള ഒരു യുദ്ധവും അവർക്ക് പരിചയവുമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിന് സാക്ഷികളാകാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ സ്ഥലം വിട്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് അങ്ങനെ ഇവരെന്ത് ചെയ്തു? അബ്രഹത്തും പട്ടാളവും സൈന്യവും കൂടി എന്ത് ചെയ്തു? അങ്ങനെ മുമ്പിൽ ആനയുമായി സൈന്യം കഅബയുടെ നേർക്ക് വരികയാണ്. അപ്പോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ആന മുട്ടുകുത്തി മുമ്പോട്ട് നീങ്ങാതായി. കഅബയുടെ അടുത്തെത്താനായപ്പോൾ ആന എന്ത് ചെയ്തില്ല? ആന അവിടെ മുട്ടുകുത്തി. ആന നീങ്ങുന്നില്ല. ഓക്കെ, വളരെ കണഞ്ഞ് പരിശ്രമിച്ചിട്ടും ആന എന്ത് ചെയ്യില്ല? മുന്നോട്ട് വെക്കുന്നില്ല. കഅബയുടെ അടുത്തേക്ക് ആന നീങ്ങുന്നില്ല. മറ്റേത് ഭാഗത്തേക്ക് തിരിച്ചാലും അങ്ങോട്ട് തിരിയുവാൻ ആനക്ക് എന്തില്ല? ഒരു തടസ്സവുമില്ല. അപ്പോൾ അങ്ങനെ ആന എന്ത് ചെയ്യുന്നില്ല? ആന മുന്നോട്ട് നീങ്ങുന്നില്ല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് എന്ത് ചെയ്തു? ഒരുതരം പക്ഷിക്കൂട്ടങ്ങളെ നിയോഗിച്ചു.
ഒരു പ്രത്യേക തരം കല്ലുകൾ അവ ഈ സൈന്യത്തിന് മീതെ വർഷിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണത്താൽ സൈന്യം എന്തായി നാമാവശേഷമായി തീർന്നു. ഓക്കെ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മന്ദിരത്തെ കാത്തുരക്ഷിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അറബികളുടെ ഇടയിൽ പൊതുവിലും അല്ലെങ്കിൽ കുറേശികളുടെ ഇടയിൽ പ്രത്യേകിച്ചും ഇതൊരു വളരെ ഗൗരവമേറിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആനപ്പട്ടാളത്തെ നശിപ്പിച്ച പക്ഷിപ്പട്ടാളം അല്ലെങ്കിൽ പക്ഷിക്കൂട്ടം ഏത് തരത്തിലുള്ളതായിരുന്നു, അവ എവിടെ നിന്ന് വന്നു, അവ ശത്രുക്കളെ എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ ഏത് വിധത്തിലുള്ളായിരുന്നു, അതുപോലെ തന്നെ ആ സൈന്യത്തിൽ ആ കല്ലുകൾ എന്ത് വിനയാണ് വരുത്തിയത് എന്നൊന്നും തീർത്ത് പറയാനുള്ളൊരു തെളിവൊന്നും ഇവിടെയില്ല, തഫ്സീർ ഗ്രന്ഥങ്ങളിലൊന്നും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു ആലം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തിനുള്ളിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അസ്ഹാബിൽ ഫീൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ബി അസ്ഹാബിൽ ഫീൽ. അപ്പോൾ അസ്ഹാബിൽ ഫീൽ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് അബ്രഹത്തും അവൻ്റെ പട്ടാളവുമാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായത്, തഫ്സീറിൽ നിന്നാണ് മനസ്സിലാകുന്നത് അല്ലേ. അതേപോലെ തന്നെ എന്ത് പറഞ്ഞില്ല? കൈദഹും എന്ന് പറയുന്നുണ്ട്, അവരുടെ തന്ത്രം കൈദഹും, അവരുടെ തന്ത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്ത്രത്തിനെ എന്താക്കി? പാഴാക്കി, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നഷ്ടത്തിലാക്കി എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ എന്തായിരുന്നു തന്ത്രം എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരാജയപ്പെടുത്താൻ തന്ത്രങ്ങൾ മെനയുന്ന എല്ലാവർക്കും ഉള്ളൊരു താക്കീതാണിത്. അവരുടെ അവസാനം എന്തായിരിക്കും? അള്ളാഹു എല്ലാ തന്ത്രങ്ങളും പിഴവിലാക്കുകയും അവരെ പാടെ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ഒരു താക്കീതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൂറയിൽ കഅബയെ പൊളിക്കാൻ വന്ന അബ്രഹത്തിനെയും അവൻ്റെ പട്ടാളത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പക്ഷികളെ ഉപയോഗിച്ച് നശിപ്പിച്ചതിൻ്റെ സംഭവകഥയാണ് ഈ ഒരു സൂറയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറേ പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. യഥാർത്ഥത്തിലുള്ള ശക്തി ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥ ശക്തി. അപ്പോൾ ജനങ്ങളുടെ സൈന്യം അതൊക്കെ എത്ര തന്നെ ആയുധങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടായാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിക്ക് മുന്നിൽ ഒന്നുമല്ല. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ, അബ്രഹത്തിൻ്റെ പട്ടാളത്തിൽ ഏറ്റവും ശക്തിയുള്ള പട്ടാളമായിരുന്നു. ആനപ്പട്ടാളം എന്നാണ് ആ പട്ടാളത്തിൻ്റെ പേര് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആനപ്പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് എങ്ങനെയാണ്? പക്ഷിയെ യൂസ് ചെയ്തുകൊണ്ട്, ഒരു പക്ഷിയെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ശക്തമായ പട്ടാളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. അപ്പോൾ പ്രകൃതിയിൽ നമുക്ക് എത്ര തന്നെ ശക്തിയുള്ള സൈന്യങ്ങളായാലും എന്തു തന്നെയായാലും യഥാർത്ഥ ശക്തി ആർക്ക് തന്നെയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലാണ് യഥാർത്ഥ ശക്തിയുള്ളത്. പിന്നെ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥ സംരക്ഷകൻ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥ സംരക്ഷകൻ. നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടായാലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുത്ത് നിന്ന് കഴിയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടും. അപ്പോൾ കഅബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിൽ നിന്നും രക്ഷിച്ചതിലൂടെ നമുക്കിതാണ് മനസ്സിലാകുന്നത്. നമുക്ക് എന്ത് തന്നെ പ്രയാസങ്ങളുണ്ടായാലും നമുക്ക് എത്ര ശക്തിയില്ലെങ്കിലും ഏറ്റവും ശക്തിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ത്? യഥാർത്ഥ സംരക്ഷകൻ. യഥാർത്ഥ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നമുക്കുള്ള അടുപ്പത്തിൻ്റെ അനുസരിച്ചാണ് ഉണ്ടാകുക. അടുപ്പത്തിലൂടെയാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്. അല്ലാതെ ഭൗതികമായ ഏത് കാര്യം ഉണ്ടായാലും നമുക്കെന്തില്ല, ആ ഒരു ശക്തിയും നമുക്ക് പ്രയോജനപ്പെടുകയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും ഒരു അപകടം. അപ്പോൾ അസൂയയെപ്പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞെന്താ? ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാർ. എന്നാൽ ഫഇന്നൽ ഹസദ, തീർച്ചയായും ഹസദ് അല്ലെങ്കിൽ അസൂയ, യഅകുലുൽ ഹസനാത്ത്, അതെന്ത് തിന്നുകളയും? നന്മയെ നശിപ്പിച്ച് തിന്നുകളയുക എന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളയും. എന്തുപോലെ? കമാ തഅകുലുൻ നാറു, തീ തിന്നുന്ന മാതിരി. എന്തിന്? അൽ ഹതബ, വിറകിന്. ഇപ്പോൾ വിറകിനെ തീ എങ്ങനെയാണോ തിന്ന് നശിപ്പിക്കുന്നത്, അതേപോലെ തന്നെ അസൂയ നമ്മളിലുള്ള ഹസനാത്ത് നന്മകളെ നശിപ്പിച്ച് കളയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസൂയ എന്നുള്ളത് ഏറ്റവും വലിയൊരു മനസ്സിലൊരു മാരകമായ രോഗമാണ് അസൂയ. നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടോ എന്നുള്ളത് നമുക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിലൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ ഒരു മാരക രോഗത്തിന് നമ്മളെ മനസ്സും അടിമയാണെന്ന് ഉറപ്പാണ്. ഓക്കെ, അത് മറ്റൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. നമ്മളുടെ മനസ്സിലേക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്താണോ എന്നുള്ളത് നമുക്കേ അറിയാൻ പറ്റൂ. വേറൊരാൾക്കും നമുക്കും അറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും അറിയാം. ബാക്കിയുള്ളവർക്ക് ആർക്കും എന്ത് ചെയ്യില്ല, ഒരാളെയും മനസ്സ് അറിയില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ മനസ്സിലെ ക്ലീൻ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമ്മളതിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുക, നമ്മളെ മനസ്സിലൊന്ന് ശുദ്ധീകരിച്ച് കിട്ടാൻ വേണ്ടി.
ഇവിടെ ഈ ഒരു സൂറയിൽ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അബ്രഹത്തിന് അസൂയയായിരുന്നു അല്ലേ, കഅബയോടായിരുന്നു അസൂയ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അസൂയയുടെ കൂടെ തന്നെ എന്തുണ്ടായി, അഹങ്കാരവും കൂടി ഉണ്ടായി. പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അതിൻ്റെ ഉടമസ്ഥനെ ആരാണോ അസൂയപ്പെടുന്നത് അവൻ അഹങ്കാരം കൂടി ഉണ്ടായി കഴിഞ്ഞപ്പം അവൻ്റെ നാശത്തിലാണത് കലാശിച്ചത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം അത് തന്നെയാണ്. അസൂയ എന്താണ്, നമ്മൾ എല്ലാ നന്മകളെയും കെടുത്തിക്കളയുന്ന, നമ്മുടെ മനസ്സിൻ്റെ സമാധാനം, നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ അസൂയ കാണിക്കുന്നത് കൂടി നമ്മളെ മനസ്സിൻ്റെ സമാധാനമാണ് നശിച്ചു പോകുക. അതിലൂടെ നമ്മളെ പ്രവർത്തനങ്ങൾ മോശമാവുകയും നമ്മൾ തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അസൂയയെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി നമ്മൾ അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മുടെ മനസ്സിൻ്റെ ഒരു രോഗമാണ് അല്ലേ, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അസൂയയിൽ നിന്നും അല്ലെ മനസ്സിന് ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ സമയത്തും എന്ത് ചെയ്യുക, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഈ അബ്രഹത്തിന് ഇവിടെ സംഭവിച്ചത് കണ്ടില്ലേ, കഅബയെ നശിപ്പിക്കാൻ വന്ന് അതിലൂടെ അവനും അവൻ്റെ പട്ടാളുമാണ് എന്ത് ചെയ്തത്, നശിച്ചു പോയത്. ഓക്കെ, അപ്പോൾ അസൂയയുടെ ഉടമസ്ഥനെ തന്നെയാണ് നശിപ്പിക്കുക. പിന്നെ അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എതിരാളികൾ അവരെത്ര പവർഫുൾ ആയാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്ലാൻ ഉണ്ടായാലും അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, പരാജയപ്പെടുന്നതാണ് ഈ സൂറയിൽ നമുക്ക് മനസ്സിലായത് അല്ലേ. സൂറ 2-ാമത്തെ ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി, പാഴാക്കില്ല, നഷ്ടപ്പെടുത്തി. അപ്പോൾ അവരെത്ര തന്നെ അല്ലേ, അവർ സൈന്യങ്ങളുമായി വലിയ പ്ലാനും ഉണ്ടായിരുന്നു, വലിയ സന്നാഹങ്ങളുമായിട്ടാണ്, അല്ലെങ്കിൽ അല്ലേ നല്ല പവർഫുൾ ആയിട്ടുള്ള സൈന്യവും ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് വന്നത്. അവർ യുദ്ധത്തിനല്ല കഅബ പൊളിക്കാനായിട്ട് വന്നത്. അപ്പോൾ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയത്നത്തെ അല്ലെങ്കിൽ അവരുടെ ശക്തിയെ നശിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ലേ. നിസ്സാരമായൊരു പക്ഷിയെ വിട്ടുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഒരു സൈന്യത്തിനെ, അത്രയും ശക്തമായ സൈന്യത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എതിരാളികൾ അവരെത്ര തന്നെ പവർഫുൾ ആയാലും എന്തൊക്കെ പ്ലാൻ അവർ ചെയ്താലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, പാഴാക്കി കളയും, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ അത് മക്ക ഒരു അനുഗ്രഹീതമായ ഭൂമിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ. മക്കയ്ക്കുള്ള അനുഗ്രഹം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കഅബ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് മക്കയ്ക്ക് ഇത്രയും അനുഗ്രഹമുള്ള ഒരു ഭൂമിയായി അതിനെ മാറിയത്. നമ്മൾ സൂറത്തുൽ ഫീൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അത്ഭുതകരമായി സംരക്ഷിച്ച ഒരു ഭവനമാണെന്ത്, വിശുദ്ധ കഅബ. അപ്പോൾ വിശുദ്ധ കഅബയെ പൊളിച്ചു നീക്കാൻ വന്ന ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, അതികഠിനമായ ശിക്ഷിച്ചതിൻ്റെ ഒരു സംഭവ കഥയാണ് സൂറത്തുൽ ഫീലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. വിശുദ്ധ കഅബയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാനായി ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ച ആലയമാണ് അള്ളാഹുവിൻ്റെ ഭവനം എന്നറിയപ്പെടുന്ന മക്കയിലുള്ള കഅബ. സൂറത്തുൽ ആലി ഇമ്രാനിൽ 96-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ. ബക്ക എന്ന് പറഞ്ഞാൽ മക്ക എന്ന് പറഞ്ഞാൽ കഅബ. അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശനമായും അത് നിലകൊള്ളുന്നു. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു അല്ലേ, ലോകത്തിലെ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ നിർമ്മിച്ച മന്ദിരമാണെന്ത്, വിശുദ്ധ കഅബ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അല്ലാഹു സൂറത്തുൽ ബഖറ 125-ാമത്തെ ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വ അംന എന്ന് പറഞ്ഞാൽ ആ ഭവനത്തെ എന്ന് പറഞ്ഞാൽ കഅബയെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിശ്ചയിച്ചതും ഓർക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്ത്, കഅബയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ എത്ര വമ്പിച്ച അക്രമിയോ കുറ്റവാളിയോ ആയാലും അവിടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊരു പരിപൂർണ അഭയസ്ഥാനം തന്നെയാണ് ആ പ്രവേശിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ആരവിടെ പ്രവേശിച്ചോ അവൻ എന്താണ്, അവിടെ നിർഭയനാണ്. അപ്പോൾ അവിടെ വെച്ച് അവന് ആക്രമിക്കപ്പെടുകയോ ഇല്ല ശിക്ഷിക്കപ്പെടുകയോ ഒന്നും ചെയ്യൂല. ഒരു ഉദാഹരണത്തിന് സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയവന് പോലും അവൻ പുറത്ത് കടക്കുന്നത് വരെ നോക്കി നിൽക്കാനേ ഭരണാധികാരികൾക്ക് പോലും നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വർഷം തോറും ഹജ്ജ് കർമ്മത്തിനായി
എത്രയോ ലക്ഷം ആളുകളാണ് എന്ത് ചെയ്യുന്നത് അവിടേക്ക് പ്രവഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മുഅ്മിനായ ആളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അല്ലേ എല്ലാവർക്കും അതിന് ചിലപ്പം ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും എല്ലാവർക്കും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു അടങ്ങാത്ത ആഗ്രഹമാണെന്ത് ഒരു തവണയെങ്കിലും നമുക്ക് ഹജ്ജിന് പോകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മന്ദിരത്തിനോടുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു ആകർഷണമാണത് അല്ലേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവും അല്ലേ, പണവും അതുപോലെ തന്നെ ശരീരത്തിനൊക്കെ കഴിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർബന്ധമാക്കിയൊരു കാര്യവുമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഇഷ്ടപ്പെട്ട അല്ലേ, അത്രയും പ്രാധാന്യം കൽപ്പിച്ചൊരു മന്ദിരത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മനസ്സിലും നമ്മളതിനോടൊരു അടങ്ങാത്തൊരിഷ്ടം നമുക്കുണ്ടാവില്ലേ. മുഅ്മിനായിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അതിനോടുള്ളൊരാഗ്രഹവും ഒരു ഇഷ്ടമൊക്കെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ തന്നെ നമ്മളത് മനസ്സിലാക്കി, നമ്മളതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരിഷ്ടം നമ്മൾ മനസ്സിലേക്ക് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടമാണ് നമുക്കതിലൂടെ വർദ്ധിക്കുക. അപ്പോൾ കഅബ ആദ്യമായി നിർമ്മിച്ചത് ആരാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സൂറത്തുൽ ബഖറയിൽ 127-ാമത്തെ ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ ഈ ഒരു ആയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടിയാണ് കഅബയുടെ അല്ലേ ആ ഭവനത്തിൻ്റെ അടിത്തറ കെട്ടിയുയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടിയാണ് എന്നുള്ളൊരു സൂചനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദിവ്യ ദൃഷ്ടാന്തം സംസം അല്ലേ. സംസം വെള്ളത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി പറയുന്നത്, സംസം വെള്ളം ഏത് ഉദ്ദേശത്തോടെയാണോ നമ്മൾ കുടിക്കുന്നത് അതിനുള്ളതാണെന്നാണ്. അപ്പോൾ രോഗശമനം, അറിവ്, പരലോക വിജയം, മനസ്സമാധാനം തുടങ്ങിയ നല്ല ഉദ്ദേശങ്ങളോടെയും പ്രാർത്ഥനയോടെയും ഇത് കുടിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ ഭൂമിയിലെ ഏറ്റവും ഉത്തമമായ വെള്ളമാണ് സംസം വെള്ളം. അപ്പോൾ അതിലൂടെ രോഗശമനവും ആഹാരവുമായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാം. ഒരു ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം, മഗ്നീഷ്യം, ഫ്ലൂറൈഡ് തുടങ്ങിയ ധാതുക്കൾ ശരീരത്തിന് ഉന്മേഷം നൽകാനും ക്ഷീണം മാറ്റാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വറ്റാത്തൊരു അത്ഭുതമാണ് സംസം അല്ലേ. ഇപ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പെയാണ് സംസം കിണർ ഉണ്ടായത്. ഇപ്പോൾ ഹജ്ജിന് പോകുന്ന സമയത്തും അല്ലാത്ത സമയത്തും ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ദിവസേന കുടിച്ചിട്ടും ഇന്ന് വരെ ഈ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയിട്ടില്ല. ഒരു തരത്തിലുള്ള ബാക്ടീരിയകളോ അണുക്കളോ കലരാത്ത ഏറ്റവും ശുദ്ധമായ പ്രകൃതിദത്ത വെള്ളമാണ് സംസം വെള്ളം. അപ്പോൾ ഇതൊക്കെ എന്താണ്, കഅബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്ഭുതങ്ങളാണ്, മഹാ അത്ഭുതങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കഅബയെ പറ്റി നമ്മുടെ മനസ്സിലെന്താണ്, നമ്മൾ നമസ്കരിക്കാൻ നമ്മൾ ഖിബലയായിട്ട് തിരിഞ്ഞു നിൽക്കുന്നത് എവിടെയാണ്, കഅബയിലേക്കാണ്. ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് സൂറത്തുൽ ബഖറയിലെ 126-ാമത്തെ ആയതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് നോക്കാം. അപ്പോൾ സൂറത്തുൽ ബഖറയിൽ 126-ാമത്തെ ആയതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ പ്രാർത്ഥന എന്തായിരുന്നു വെച്ചാൽ, വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അപ്പോൾ ഈ ഒരു ദുആയുടെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നീ ഇതൊരു നിർഭയ രാജ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ അവിടെ മക്കയെ ഉദ്ദേശിച്ചാണ്. മക്കയെ ഒരു നിർഭയ രാജ്യമാക്കണേ, അതുപോലെ തന്നെ അതിലെ ആളുകൾക്ക് പല വർഗ്ഗങ്ങളിൽ നിന്നും നീ ആഹാരം നൽകുകയും വേണമേ എന്നുള്ള ഒരു ദുആ. അപ്പോൾ ആ രാജ്യത്തിനെ നിർഭയ രാജ്യമാക്കാൻ, അല്ലെങ്കിൽ അനുഗ്രഹീത രാജ്യമാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത്. അപ്പോൾ ഈ ഒരു ദുആയുടെ ഫലമായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ആ പ്രാർത്ഥന ചെയ്ത് സമയത്ത് മക്ക പരിസരത്ത് ഒരു ജനതയാട്ടെ ഒരു സമുദായമാട്ടെ ഒന്നും നിലവിലില്ലാത്തൊരു സമയത്താണ് എന്ത് ചെയ്തത്, ഈ ഒരു
പ്രാർത്ഥന നടത്തിയത്. ഇപ്പം ഭാവിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം മക്കയുടെ പ്രതാപമൊക്കെ എന്താണ് ഭാവിയിൽ വരാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണെന്നും അത് സഫലമാക്കേണ്ട സന്ദർഭം എന്താണെന്നും ഏറ്റവും അറിയുന്നത് ആർക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അപ്പോൾ അതേ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ഏറെക്കുറെ 4000 വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു ആ പ്രാർത്ഥനയുടെ ഫലമായി അറേബ്യയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലാക്കി നിയോഗിച്ചതും അതേപോലെ തന്നെ അതിനുള്ള പ്രതാപങ്ങളൊക്കെ അതിന് കൈവരുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ കഥ എന്താ, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം അല്ലേ? പ്രാർത്ഥനയ്ക്ക് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന തന്നെ ഒരു ആരാധനയാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിനൊക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമുക്ക് ഏത് സമയത്താണോ, ഏതാണ് നമുക്ക് അനുയോജ്യമായ സമയം വെച്ചാൽ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തരും, നടപ്പിലാക്കി തരും, അല്ലെങ്കിൽ അത് സാധ്യമാക്കി തരും എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കാം. എന്നിട്ടാണ് നമ്മൾ ദുആ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞിട്ടുണ്ട്, ദുആയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ധൃതി കൂട്ടരുതെന്നും ധൃതി കൂട്ടാത്ത പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉറപ്പിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ രീതിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലേ, ഈ ഒരു സൂറയിൽ നമുക്ക് ഈ ഒരു പാഠവും കൂടി അനുബന്ധമായിട്ടൊരു പാഠവും കൂടി നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥനയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ യഥാർത്ഥ രീതിയിലാണ് നമ്മൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കത് തരും എന്നുള്ള ഉറപ്പുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റുള്ള സമയത്ത് എപ്പോഴാണോ നമുക്കത് അത്യാവശ്യം വരുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പാഠങ്ങൾ. ഓക്കെ, തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കാം. ബിസ്മില്ലാഹ്. ഇവിടെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഈ ഒരാൾ തജ്വീദിൻ്റെ നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ല അല്ലേ? രണ്ടാമത്തായ അലം യജ്അൽ ജീമ് ഖൽഖലയുടെ ലെറ്ററാണ്. യജ്അൽ കൈദഹും ഫി തദ്ലീൽ. ഈ ഒരു ആയാലും തജ്വീദിൻ്റെ നിയമങ്ങളില്ല. അർസല, ഇവിടെ റാക്ക് സുക്കൂനാണ്. തൊട്ട് ബാക്കിൽ വരുന്ന അക്ഷരം ഹംസയാണ്, ഫതഹയുള്ള അക്ഷരമാണ്. അപ്പോൾ ഫതഹയുള്ള അക്ഷരം ബാക്കിലുള്ളത് കൊണ്ട് ഇതൊരു ഹെവി റായാണ്. അർസല അലൈഹിം ത്വയ്റൻ. ഇവിടെ ഇതുണ്ട്, ത്വയ്റൻ ഉള്ളിടത്തിൽ തൻവീനുണ്ട്. തൻവീനു ശേഷം വന്നിരിക്കുന്നത് ഹംസയാണ്. അപ്പം സാക്കിന നൂനിനോ തൻവീനോ ശേഷം തൊണ്ടയുടെ അക്ഷരങ്ങൾ ഏത് വന്നു കഴിഞ്ഞാലും ഇൽഹാറാണ് നിയമം. ഇൽഹാറാണ് തൻവീനിലുള്ള നൂനിനെ വെളിവാക്കുക. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ത്വയ്റൻ അബാബീൽ, ത്വയ്റൻ അൻ അങ്ങനെ പറയാം, വെളിവാക്കിയിട്ട് പറയാം. ത്വയ്റൻ അബാബീൽ. ഇവിടെ തർമീഹിംബി അല്ലേ, സാക്കിനായ മീമിന് ശേഷം ബ വന്നിരിക്കുന്നു. സാക്കിനായ മീമിന് ശേഷം ബ വന്നു കഴിഞ്ഞാൽ ഇഖ്ഫ ആണ്. ഇഖ്ഫാവു ഷഫവി, മീമിൻ്റെ റൂളായതുകൊണ്ടാണ് ഇഖ്ഫാവു ഷഫവി. സാക്കിനായ മീമിന് ശേഷം ബ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് ഇഖ്ഫാവു ഷഫവി. നമ്മൾ എന്ത് ചെയ്യാൻ മണിക്കുക? തർമീഹിംബി ഹിജാറത്തിൻ. ഇവിടെ ഹിജാറത്തിൻ എന്നുള്ള കെസ്രത്താക്കി കെസ്ര തൻവീനാണ്. അത് കഴിഞ്ഞിട്ട് മീമാണ് വന്നത്. അപ്പോൾ തൻവീന് ശേഷം മീം വന്നതുകൊണ്ട് ഇദാം ബിഉന്ന ബിഹിജാറത്തിമ്മി അല്ലേ, ബിഹിജാറത്തിമ്മി. ഇവിടെ മീമിനെ മണിച്ചിട്ട് പ്രൊനൗൺസ് ചെയ്യുക. മീമിന് ശേഷം അതിന് നൂനുണ്ട്. അപ്പോൾ സാക്കിന നൂനിന് ശേഷം വന്നത് സീനാണ്. അവിടെ ഇഖ്ഫാൽ മീൻ സിജ്ജീൽ അവിടെ പുൽസപ്പിടുക. പിന്നുള്ളത് ഫജഅലഹും കഅസ്ഫിൻ. ഇവിടെ ഫാക്ക് കെസ്ര തൻവീനുണ്ട്, കഴിഞ്ഞിട്ട് വന്നത് മീമാണ്. തൻവീനു ശേഷം മീമ് വന്നതുകൊണ്ട് ഇദാം ബിഉന്ന മണിച്ചുകൊണ്ട് മീമിലേക്ക് തൻവീൻ്റെ നൂനിനെ ലയിപ്പിക്കുക. അപ്പോൾ കഅസ്ഫിൻ മഅകൂൽ. ഓക്കെ, ഒരു സൂറ നമ്മൾ അല്ലേ സൂറത്തുൽ ഫീൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഓക്കെ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.